ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സാമ്പാറാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ പല വിധത്തിൽ ഉണ്ടാക്കാറുണ്ട്. വറുത്തരച്ചിട്ടുണ്ടാക്കും, സാധാരണ സാമ്പാർ പൊടി വെച്ചിട്ട് നമ്മളുണ്ടാക്കും, അതേപോലെ മുളകും മല്ലിയും അങ്ങനെയൊക്കെ മിക്സ് ആക്കിയിട്ടും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സാമ്പാറാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, തക്കാളി, പിന്നെ ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ മുരിങ്ങാക്കോൽ, പിന്നെ വെണ്ടക്ക. ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് കഷ്ണങ്ങൾ തിങ്ങി നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചക്കറികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ പതിവിന് വ്യത്യസ്തമായിട്ട് ഉള്ളി ഞാൻ ഒരു സ്ക്വയർ ഷേപ്പിൽ, ക്യൂബ് ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ചില്ലിക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന ആ ഒരു ടൈപ്പിലാണ് ഞാൻ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ വാളംപുളി നമ്മൾ പുതിർത്തി വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ടിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞളും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടാകുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്കിട്ട് വഴിച്ചെടുക്കുക. നമുക്ക് ആദ്യം സവാള ഇടാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും തക്കാളി ഒഴികെയുള്ള ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും തക്കാളിയും പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നൊരു പച്ചക്കറിയാണ്, അതുകൊണ്ട് നമ്മളത് ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടെ തന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ പച്ചക്കറി കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പ് പിടിക്കൂ. അതുകൊണ്ട് നമ്മൾ ഈ സമയം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ആ പൊടികളെല്ലാം ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാൻ ലാസ്റ്റാണ് ഇട്ടിട്ടുള്ളത്, കാരണം ഞാനെന്നും പച്ചമുളക് ലാസ്റ്റാണ് ഇടാറുള്ളത്. കാരണം ഈ എരിവ് നമുക്കത്ര ആവശ്യമില്ല, അതുകൊണ്ട് ആദ്യം നമ്മൾ പച്ചമുളക് ഇട്ടാൽ വെന്തിങ്ങനെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ കട്ട് ചെയ്യാതെയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ബുള്ളറ്റ് മുളകാണ്, അത്യാവശ്യം എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അവസാനം മാത്രമാണ് ഇട്ട് കൊടുക്കാറുള്ളത് സാധാരണ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഇടുന്നുണ്ടെങ്കിൽ ഇടാം, അവസാനം ഇടുന്നുണ്ടെങ്കിൽ ഇടാം, കുഴപ്പമില്ല. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് ലോ അല്ല മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പച്ചക്കറി ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ പച്ചക്കറി വേവുന്ന സമയം നമ്മൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തോരപ്പരിപ്പ് വേണ്ടിയെങ്കിൽ തോരപ്പരിപ്പ് എടുക്കാം. അപ്പോൾ തോരപ്പരിപ്പ് ഒരുപാട് കട്ടിയാവും, അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ സാധാരണ മൈസൂർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ടിട്ട് ഒന്നും ചേർത്തിട്ടില്ല, വെറുങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് വേവണം പരിപ്പ്. അപ്പോൾ നമ്മളെ പച്ചക്കറിയൊക്കെ ഏകദേശം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പും വെന്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് ആ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ പച്ചക്കറിയൊന്നും ഉടഞ്ഞു പോകാതെ നല്ലൊരു അടിപൊളി സാമ്പാർ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സാമ്പാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ മാറ്റി വെച്ച മുരിങ്ങാക്കോലും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ
നേരത്തെ പുളി നമ്മൾ കുതിർത്ത വെച്ചിനല്ലോ, അപ്പോൾ ആ ഒരു പുളി നമ്മൾ പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് ചാറ് ആവശ്യമുണ്ടെന്നൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഒരുപാട് തിക്കായിട്ടാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് തിക്കായിട്ട് തോന്നിയുകൊണ്ട് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രഷറിൽ അങ്ങനെ ഇളക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പിൽ ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വിട്ട് തിളക്കുന്നുണ്ട്. മുരിങ്ങാക്കോലും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഈ സമയം ഞാൻ ചേർത്തത്. അപ്പോൾ മുളകും മല്ലിയും മഞ്ഞളും സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഇട്ടിട്ട് നന്നായിട്ട് കറി തിളച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ താളിച്ച് ചേർത്തിട്ടുണ്ട്. താളിപ്പ് സാധാരണ എല്ലാവർക്കും അറിയുന്നില്ലേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ കടുവും ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ടാണ് ഞാൻ സാധാരണ സാമ്പാർ താളിച്ചെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സാമ്പാർ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.